ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പഠിക്കാൻ പോകുന്ന നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു അടിപൊളി കണ്ടന്റ് ആണ്. മറ്റൊന്നുമല്ല മക്കളെ, എന്താ നമ്മുടെ കറണ്ട് അഫയേഴ്സ്. കാരണം GKയുടെ അകത്ത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നതും കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. അപ്പം നിങ്ങൾ എന്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദെൻ മനസ്സിലാക്കൂ, RRB എക്സാം ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ജോലി കിട്ടും റെയിൽവേയിൽ. അപ്പോൾ ഇത്ര മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കറണ്ട് അഫയേഴ്സ് ഒരു പ്രയാസമാവത്തില്ല. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, മോസ്റ്റ് ഓഫ് GK ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും വരുന്നത്? നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നായിരിക്കും വരുന്നത്. മറന്നു പോകരുത്. മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? കറണ്ട് അഫയേഴ്സിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കണം? കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനാലിസിസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് കൃത്യമായും 6 മാസം നവംബറിൽ പരീക്ഷ നടന്നപ്പം 2025 മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. പ്രാധാന്യം കൊടുത്ത കറണ്ട് അഫയേഴ്സ് ആണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ 6 മാസം തൊട്ടുള്ള അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പം ജാനുവരി ആണ്, ജാനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഇതൊരു ജൂണൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ എക്സാം വിളിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ജാനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചോ. ഇനി അവിടെ തൊട്ട് അതിന് പുറകിലോട്ട് ഒരു 2 മാസം വേണമെങ്കിലും എടുത്തോ. പക്ഷേ അതിൽ കൂടുതൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. പഠിക്കണം. എന്താണ്, അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ അതിന് മുമ്പുള്ളതായിരിക്കും വരുന്നത്. എന്നിരുന്നാലും ഒരുപാട് സമയം നമ്മളതിനകത്ത് മെനക്കെടേണ്ട. ഇനി എന്താ വരുന്നത്? ടോപ്പിക്ക് അവാർഡിന് പരിഗണന വരും. ഓസ്കാർ, പിന്നെന്താണ് പ്രിറ്റ്സ്കർ ആർക്കിടെക്ചർ പ്രൈസ് 2025 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തവണ ഒരു അവാർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രം വന്ന ഒരു ഏരിയാസ് ആണ്. ഇങ്ങനെ ഒരു സെക്ടറിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. GP ബിർള മെമ്മോറിയൽ അവാർഡ്, സാഹിത്യ അക്കാദമി യുവ അവാർഡ്, പത്മശ്രീ പത്മ അവാർഡ്. ഇപ്പം നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണത്തിൽ വന്ന പരീക്ഷയുടെ ഹോട്ട് ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചു പോകുന്നത് എന്തായിരിക്കും? ഓസ്കാറും പത്മശ്രീ ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിച്ചു പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അവാർഡുകൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് പ്രോപ്പറിലായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ചെറിയ ചെറിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡ് ചെറുതാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണക്കാർ പെട്ടെന്ന് പഠിക്കാത്ത അവാർഡുകളാണത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള നാഷണൽ അവാർഡുകളും നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയൊക്കെ കഴിഞ്ഞ തവണ എന്ത് ചോദിച്ചു? നൊബേൽ പ്രൈസ് ചോദിച്ചു. നിങ്ങളൊരു RRB പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണോ? ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവരാണോ? ഉറപ്പായും നോക്കേണ്ട ഏരിയയാണ് നൊബേൽ പ്രൈസ്. മനസ്സിലായോ? ഇനിയും എന്താണ് രമൺ മാഗ്സസെ അവാർഡ് എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതാണ്. MS സ്വാമിനാഥൻ അവാർഡ്, രമൺ മാഗ്സസെ, ഇവരൊക്കെ എന്താണ് ടെക്നോളജി സയൻസിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സയൻസ് അവാർഡ് പഠിക്കാതെ പോകരുത്. അത് വ്യക്തിയുടെ പേരിൽ നൽകുന്ന അവാർഡുകൾ പഠിക്കണമെന്ന് മനസ്സിലായല്ലോ. എന്താണ് നരേന്ദ്രമോദി ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് നേടുന്ന അവാർഡുകൾ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഇനി എന്താ ഇത് ഉറപ്പായും നിങ്ങൾ നോക്കുന്നതാണ്. പക്ഷെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പൊയ്ക്കോളൂ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ അവിടെ പഠിക്കുമ്പം ചിലപ്പം ആദ്യമായിട്ട് ദാദാൻ്റെ ബാക്ക് GKയും കൂടെ പഠിക്കുക. ഇവിടെ എന്തെങ്കിലും GK വേണ്ടതാണെങ്കിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്ക് കിട്ടി, ആദ്യമായിട്ട് കിട്ടിയ നടനാര്, നടി ഏത്, പിന്നെ അടുത്തത് എന്താണ്, ഏത് വർഷം തൊട്ടാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്, ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നോക്കിക്കേ, ഇനിയും അടുത്തത് എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. ഉറപ്പായും ചോദിക്കുന്നതാണ്. അവാർഡ് കാറ്റഗറിയിൽ സ്പോർട്സ് ചോദിക്കുമ്പം നമ്മൾ സാധാരണ പഠിക്കുന്നത് ഖേൽ രത്ന, അർജുന, പിന്നെന്താണ് അവാർഡുകളൊക്കെ നോക്കും. പക്ഷേ ഇവിടെ നോക്കിക്കേ, അർജുന അവാർഡ് നോക്കിയിട്ടുണ്ട്, ഖേൽ രത്ന എന്നുണ്ട്. വേൾഡ് കപ്പ്, ക്രിക്കറ്റ് മാത്രമല്ല കേട്ടോ പഠിക്കേണ്ടത്, കബഡിയുടെ വേൾഡ് കപ്പ് എവിടെ നടന്നു, മനസ്സിലായോ? അടുത്തത് ഹോക്കിയുടെ ഏഷ്യ കപ്പ്, കണ്ടോ, കബഡി. അപ്പം നമ്മൾ ഒരിക്കലും നിങ്ങൾ ക്രിക്കറ്റോ ഫുട്ബോളോ മാത്രമായിരിക്കുന്നില്ല. ഇപ്പം ക്രിക്കറ്റിന് നമ്മളിപ്പോൾ T20 പറയും, വേൾഡ് കപ്പ് പറയും. അതുപോലെ തന്നെയാണ് അല്ലാതെ ബാഡ്മിൻ്റൺ ആയാലും മറ്റുള്ള കുറേ ചെസ്സായാലും
ഒക്കെയും എന്താണ് ഈ ഒരു എക്സാംസിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ RRBയുടെ ഒരു കോർ ഏരിയ തന്നെയാണ്. കബഡി വേൾഡ് കപ്പ്, ഹോക്കി വന്നിട്ടുണ്ട്, അണ്ടർ 19 വുമൺസ് വേൾഡ് കപ്പ്. ഇത് വുമൺസുമായി ബന്ധപ്പെട്ട എല്ലാ മത്സരങ്ങളും നിങ്ങൾ വേൾഡ് കപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. IPL ക്രിക്കറ്റായി. അടുത്തെന്താണ് കലിംഗ കപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത അവാർഡ് നോക്കിക്കേ, ഏഷ്യൻ ഗെയിംസ് ഉണ്ട്. ഏഷ്യൻ ഗെയിംസ് നമ്മൾ എന്തായാലും പരീക്ഷയ്ക്ക് പഠിക്കും അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, ലോറസ് വേൾഡ് സ്പോർട്സ് ടീം അവാർഡ് ഉണ്ട്. നാഷണൽ സ്പോർട്സ് അവാർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. US ഓപ്പൺ, ഞാൻ പറഞ്ഞില്ലേ US ഓപ്പൺ, വിംബിൾട്ടൺ, ഇതൊക്കെ നമുക്ക് എപ്പോഴും, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഇതൊക്കെ എപ്പോഴും ചോദിക്കും. ഏത് രാജ്യമാണ്, ആരെ ഡിഫീറ്റ് ചെയ്തു, ഇത് ആരുടെയാണ്, അത് അവർ എന്താ എത്ര പ്രാവശ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും അതോടൊപ്പം തന്നെ ഒരു ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പം അതുമായി ബന്ധപ്പെട്ട ഗ്രാൻഡ് സ്ലാം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എത്ര തരത്തിലുള്ള ഗ്രാൻഡ് സ്ലാമുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്യുക. ആ ഭാഗത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഏതൊക്കെ വ്യക്തികളാണ് ആ ഭാഗത്തുള്ള വ്യക്തികൾ, അതൊക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു സ്പോർട്സ് ഐറ്റവും കഴിയും, ആ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫികളും പഠിക്കുക, കറണ്ട് അവാർഡുകൾ നോക്കുക. അങ്ങനെ പോകുന്നതായിരിക്കും ഈ അവാർഡുകളുടെ ഭാഗത്ത് ഏറ്റവും എളുപ്പം. അല്ലാതെ വെറുതെ ഈ തവണ ഒരു അവാർഡ് കിട്ടി, ബാഡ്മിൻ്റൺ അവാർഡ് കിട്ടി, ടെന്നീസിനൊരു അവാർഡ് കിട്ടി, ഇങ്ങനെ മാത്രം പഠിച്ചു പോയാൽ അടുത്ത ആൾ വരുമ്പോൾ നോക്കും ഈ കളിക്കാരെ ആക്കി ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഇവർ ഏത് രാജ്യത്തെയാണ്, പ്രധാനപ്പെട്ട എല്ലാ രാജ്യത്തെ കളിക്കാരൊന്നുമല്ല, പ്രധാനപ്പെട്ട ഇതിപ്പോൾ ഒരു 4 മത്സരം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇവരൊക്കെ തന്നെ ആയിരിക്കും അടുത്ത കോമ്പറ്റീഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഒരു ലോകത്തിപ്പം മത്സരിക്കുന്ന എല്ലാ കോമ്പറ്റീഷനിലും ഒക്കെ ഇറങ്ങുന്ന ഏകദേശം കളിക്കാരുണ്ടാവുമല്ലോ. ആ കളിക്കാരെയൊക്കെ ഒന്ന് അവരുടെ പേര് മനസ്സിലാക്കുക, അവർ ഏത് രാജ്യത്താണെന്ന് മനസ്സിലാക്കുക. പഠിക്കുമ്പം അതിൻ്റെ ഒരു ആണുങ്ങളുടെ ഡിവിഷൻ ഉണ്ടെങ്കിൽ അതും, ലേഡീസിൻ്റെ ഡിവിഷൻ ഉണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നെ കുറച്ച് എളുപ്പമാകും. ഇതിനാണ് സമ്മാനം കിട്ടിയത്, ഒരാൾ മത്സരിക്കുമ്പോൾ ആ ആൾക്ക് തന്നെ ഇത്ര പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്, പുള്ളിയാണ് ഇവിടുന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്, ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അല്ലാതെ ഇത് വെറുതെ റാൻഡമായിട്ട് വായിച്ചു പോകരുത് കേട്ടോ. ഏഷ്യൻ പാരാ ആർക്കറി ചാമ്പ്യൻഷിപ്പ് 2025 ശരിക്കും കുറേ അധികം വർഷമായിട്ട് ഈ ആർക്കറി എന്ന് പറയുന്ന ഒരു മേഖല, ആർച്ചറി മേഖലയിൽ എപ്പോഴും എന്ത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ആർച്ചറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്നുകൂടെ പറയാമത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. ഇപ്പോൾ പാരാലിമ്പിക്സ് ഒക്കെ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ആർച്ചറി മേഖലയിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് കടന്നു വരാറുണ്ട്. പിന്നെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. പാരാലിമ്പിക്സ് ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഒളിമ്പിക്സ് പഠിക്കുമ്പോൾ പാരാലിമ്പിക്സ് പഠിച്ചു പോകും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താ പഠിക്കുന്നത്, കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഡിജിറ്റൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടത്. ഡിജിറ്റൽ ലിറ്ററസി പഠിക്കുമ്പോൾ എന്താണ്, ചില സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാകും. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് ഡിജിറ്റൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ടാകും. ചിലപ്പം പ്രോഗ്രാംസ് ചോദിക്കാം, റേറ്റുകൾ ചോദിക്കാം. മനസ്സിലായോ? ഓരോ സംസ്ഥാനത്തിൻ്റെയും ഡിജിറ്റൽ ലിറ്ററസി റേറ്റുകൾ എത്രയാണ് എന്ന് തുടങ്ങി ചോദിക്കാം. ഇനി നോക്കിക്കേ, ഇത് പത്രവാർത്തയാണ്. വന്താര ആനിമൽ റെസ്ക്യൂ സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്രവാർത്തകളിലൊക്കെ നമ്മൾ വലിയ രീതിയിൽ വാർത്ത കണ്ടതാണ്. അതാരാണ്, അത് ആരുടെയാണ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആനന്ദ് അംബാനിയുടെയാണ്, പത്രവാർത്തകളിലൊക്കെ വന്നതാണ് അല്ലേ. ഇനി നോക്കിക്കേ, പത്രവാർത്തകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണമെന്നാണ്. കെമിക്കൽ ഫാക്ടറി ഇൻസിഡൻറ്റ് ഒക്കേർഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് തെലങ്കാന. എന്താണ്, സംഗറെഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു കെമിക്കൽ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. പത്രവാർത്ത വായിച്ചു പോകൂ. സംസ്ഥാനങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, റീസെൻറ്റ് കറണ്ട് അഫയേഴ്സ് ഡെപ്തിൽ തന്നെ കേരള PSC നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. ഓതർ ഓഫ് ദ ബുക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് എ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടിം വിക്മോറിൻ്റെ ബുക്കാണ് ആ ചോദിച്ചത്. അവിടെ നിന്നും എന്താണ് അങ്ങനെ ചില ബുക്കുകൾ ഓതേഴ്സ്, അപ്പോൾ ആ ബുക്കുകൾ ഓതേഴ്സ് ചോദിക്കുമ്പം ഇത് പരിസ്ഥിതി പ്രവർത്തകരുടെ ആകാം, പുതിയ ബുക്കുകൾ റിലീസ് ചെയ്യുന്നതാകാം, ചിലപ്പോൾ ആ വ്യക്തികൾ അന്തരിക്കുമ്പോൾ അവരുടെ ബുക്കുകൾ പ്രധാനപ്പെട്ടത് ചോദിക്കാം. മേഖലകൾ, പരിസ്ഥിതി പ്രവർത്തനം, സ്പോർട്സ്, കല തുടങ്ങിയ ഏത് മേഖലയിലുള്ളവരും ബുക്ക് എഴുതുമ്പം അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, അതർ ടോപ്പിക്കിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവർത്തിച്ച് ഈ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മിലിറ്ററി എക്സസൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീം ഓഫ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് അല്ല ഡേറ്റ്സ് ആണ് കേട്ടോ. അടുത്തത് തീം ഓഫ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, അതായത് എൻവയോൺമെൻ്റൽ ഡേ എന്നാണ്.
തണ്ണീർത്തട ദിനം എന്നാണ്, അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ളത് ചോദിക്കും. ഇപ്പം ജനുവരിയിലൊക്കെ വരുമ്പോൾ പ്രവാസി ഭാരതീയ ദിനം ആര് വന്നു, ഏത് രാജ്യത്തെ ആളാണ്, എന്താണ് തീം, റിപ്പബ്ലിക് ഡേ ഒക്കെ വരുമ്പോൾ അതിൻ്റെ തീം, അന്ന് കേരളം അവതരിപ്പിച്ചതാണെങ്കിൽ കേരളമല്ല എല്ലാ സംസ്ഥാനങ്ങളും അവതരിപ്പിക്കുന്ന ടാബ്ലോ ആണെങ്കിൽ അതിന് ഏതിനാണ് സമ്മാനം കിട്ടിയത്, ഏതിനൊക്കെ അവാർഡുകൾ കിട്ടിയത്, ഇങ്ങനെ എല്ലാത്തിൻ്റെയും തീമും എന്താണ് ഇമ്പോർട്ടൻ്റ് ഡേയ്സും പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ളത് കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിൽ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റും കിട്ടുന്നതാണ്. പിന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് സെഗ്മെന്റ് ചെയ്ത് തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നോക്കിക്കേ, നമ്പർ ഓഫ് MOU സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മംഗോളിയ എന്ന് പറയുന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സത്യം പറയാം കേരള PSC ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. RRB SSC തുടങ്ങിയ പരീക്ഷകൾക്കാണ് ഈ പാറ്റേൺ കടന്നു വരുന്നത്. എത്ര MOU സൈൻ ചെയ്തു നോക്കിക്കേ, 10 MOUs ആണ് കൈകാര്യം ചെയ്തത്. ഈ പാറ്റേൺ ഉറപ്പായും പഠിച്ചു വെക്കുക. അടുത്തത് ന്യൂ സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ തേർഡ് ടു ബി ഡിക്ലെയർഡ് ഫുള്ളി ലിറ്ററേറ്റ് അണ്ടർ ഉല്ലാസ് എന്ന് പറഞ്ഞത്. ഇത് ഉല്ലാസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്, അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്കീമാണ്. കണ്ടോ, ഇത് ആരുടെയാണ്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്ക സ്റ്റുഡൻസും എന്ത് ചെയ്യില്ല, ആൻസർ ചെയ്യില്ല. അപ്പം നമുക്കത് പഠിക്കാൻ പറ്റുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിൻ്റെ റീസെൻറ്റ് ഇതേപോലുള്ള പദ്ധതികൾ വരുമ്പം ഓരോരോ പേജുകളായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ആ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം ത്രിപുരയ്ക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരുമ്പം അവർ ഫേസ് ചെയ്യുന്ന ചില ചാലഞ്ചസ് ഉണ്ട്, ആ സംസ്ഥാനം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഉണ്ടായിരിക്കും. അത് ചിലപ്പം ബോർഡറുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, അവിടുത്തെ എഡ്യൂക്കേഷന് വേണ്ടി ഉണ്ടാകാം. ഇങ്ങനെ സ്വയമേ അവരുടെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുവാണെങ്കിൽ ആ സംസ്ഥാനം എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും താഴെ പോയിരിക്കുന്നത്, അതിനുള്ളൊരു സൊല്യൂഷനായിട്ടായിരിക്കും അവർ കൊണ്ടിരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ചില ഇപ്പം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന പദ്ധതി വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു കണക്കിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, അല്ലേ? പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട, പെൺകുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട, പെൺകുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു കണക്കിനെ ബേസ് ചെയ്തിട്ടാണ് ആ പരിപാടി ലോഞ്ച് ചെയ്യുമ്പോഴും അത് ഏത് സംസ്ഥാനം, ഹരിയാന പോലൊരു സംസ്ഥാനം തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു കാണാതെ പഠിക്കുന്നതിലുപരിയായിട്ട് അതിൻ്റെ ഒരു ബാക്ക്, ആ സംസ്ഥാനത്തിൻ്റെയും കൂടെ ഒരു ഹിസ്റ്ററി ചെറിയ രീതിയിൽ GK പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് കുത്താനെങ്കിലും ഒക്കെ ഒരു ഓപ്ഷൻസ് കണ്ട എലിമിനേഷൻ ടെക്നിക്ക് എങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, പത്രവാർത്തകളിൽ ഈ നോർത്ത് ഈസ്റ്റിന് എപ്പോഴും പ്രാധാന്യം ഉണ്ടാവാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിഗണന കറണ്ട് അഫയേഴ്സിൽ വരാറുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന മണിപ്പൂർ ബില്ലാണ് ചോദിച്ചിരുന്നത്. പിന്നെ അപ്പോയിൻമെൻറ്റ്സ്, സ്വാഭാവികമായും അപ്പോയിൻമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറേയധികം കറണ്ട് അഫയേഴ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ് വരുമ്പം, പുതിയ ബില്ലുകൾ വരുമ്പം ഒക്കെയുണ്ട്. ബഡ്ജറ്റും എപ്പോഴും പരിഗണിച്ചു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ബഡ്ജറ്റും ഇത്തവണ വന്നിട്ടുണ്ട് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ തന്നെ GI ടാഗ്, ഓരോ സംസ്ഥാനവും പഠിക്കുമ്പോഴും ആ സംസ്ഥാനത്തിൻ്റെ GI ടാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ കഴിഞ്ഞ തവണയിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയും അപ്പം നിങ്ങൾ പഠിക്കുമ്പം അടുത്ത കൊണ്ടുവരേണ്ട ഏറ്റവും ഷോർട്ട് ഏരിയാസ്, കഴിഞ്ഞ തവണ വന്നത് ISRO, സാറ്റലൈറ്റ്, ഇന്ത്യയുടെ റാങ്കിങ്. എന്തിനൊക്കെ ഇന്ത്യയുടെ റാങ്കിങ് വരും? നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനമാണ്, അല്ലേ? അപ്പം അതിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് നോക്കുക. ആദ്യത്തെ കുറേ റാങ്കിങ് നമ്മൾ പഠിക്കാനുണ്ട്. പത്ര സ്വാതന്ത്ര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള റാങ്കിങ് ഉണ്ട്, ഹംഗ്രി ഇൻഡെക്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് എവിടെയാണ്, അതോടൊപ്പം തന്നെ മറ്റേത് രാജ്യത്തിനാണ് ഒന്നാം സ്ഥാനമുള്ളത്, അപ്പം അതും ഒക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പത്രസ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ചുകൂടെ എന്തായിരിക്കും, ഈ പൊസിഷനുകളിൽ ആദ്യം വരുന്ന കുറേ രാജ്യങ്ങളായിരിക്കും. ആ രാജ്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സിൽ ബാങ്കിങ്ങിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. ബാങ്കിങ്ങിന് എന്താ ചോദിക്കുന്നത്? RBI ഒരു പോളിസീസ് കൊണ്ടുവരുന്നു. പിന്നെ റേറ്റുകൾ, റിപ്പോ റേറ്റ്, അങ്ങനെയുള്ള റേറ്റുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ RBIയുടെ പോളിസീസ്, RBI എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ. പിന്നെ സ്റ്റാറ്റിക് GKയുടെ ഭാഗമായിട്ടാണ് നോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഇനിയും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞാണ് ഒരുപാട് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടാണ്. പിന്നെ ലോകരാജ്യങ്ങളുടെ സബ്മിറ്റ്, അതിൽ ആവർത്തിച്ച് ചോദിച്ചത് G7, G20 തുടങ്ങിയ സബ്മിറ്റുകളാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യവും മാറി മാറി വരും. രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ നടത്തുന്ന സമ്മിറ്റുകൾ എവിടെ വെച്ചിട്ടാണ്, ആരാണ്, പ്രത്യേകിച്ച്
എന്തെങ്കിലും G7 G20 ഒക്കെ പോലെ G20യുടെ സമിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് വന്ന സമയങ്ങളിൽ അതിന് ഭയങ്കര പത്രവാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുക. ഇന്ത്യയുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായും പത്രവാർത്ത പഠിച്ചു വയ്ക്കുക. ഇനി നോക്കിക്കേ, നമ്പർ ഓഫ് സീസ്മിക് ഒബ്സർവേറ്ററീസ് ഇൻ ഇന്ത്യ 2025 ഇന്ത്യയിൽ വന്നത്. അത് ആ ടൈപ്പിൽ കുറേ സാധനങ്ങൾ ഉണ്ടാകും. സീസ്മിക് വരാം, വൈൽഡ് ലൈഫ് വരാം, പുതുതായിട്ട് ഒരെണ്ണം വരുന്നതാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അത് എത്ര ഉണ്ട് നമ്പർ എന്ന് പറയും. അത് പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോഴാണ് അവിടെ പുതുതായിട്ട് കൊടുക്കുമ്പോൾ ആ വാർത്തകൾക്ക് വരാറുണ്ട്. പിന്നെന്താണ്, ഗ്യാൻ ഭാരത് മിഷൻ ചോദിച്ചിട്ടുണ്ട്, റംസാർ സൈറ്റ്, മിസ് വേൾഡ്, വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ്. കണ്ടോ, ഇതൊക്കെ കൂടുതലും ചോദിച്ചു കണ്ടിട്ടില്ലാത്തതാണ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ചോദിച്ചിട്ടുണ്ട്. ആസിയാൻ ഞാൻ പറഞ്ഞു മുമ്പ്, രാജ്യങ്ങളുടെ കൂട്ടായ്മ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞതാണ് ഓരോന്നിൻ്റെയും റേറ്റുകൾ പഠിക്കണമെന്ന്. എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഇന്ത്യ ഫോർ 2025 to 2026 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടോ, വേവ് സമ്മിറ്റാണ്, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സബ്മിറ്റ് എന്ന് പറയുന്ന സബ്മിറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതാണെങ്കിൽ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ കറണ്ട് അഫയേഴ്സ് ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ അയക്കുക. കാരണം കഴിഞ്ഞ നടന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഇനി വരാൻ പോകുന്ന ഒരു ഏരിയാസ് കൃത്യമായി ഈ ഒരു സെക്ടറിൽ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞങ്ങൾക്ക് കിട്ടിയ അനാലിസിസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു പാറ്റേൺ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതേപോലെ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എവിടെ നിന്ന് കിട്ടുമെന്ന്. RRBയുടെ ക്വസ്റ്റ്യൻസ് കിട്ടണോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക. ഞാനിവിടെ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കാം, ഞങ്ങളുടെ നമ്പർ കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഇത് ക്ലാസ് ആയിട്ടാണ് നടത്തുന്നത്. ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. ആരെങ്കിലുമൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ RRBക്ക് വേണ്ടി ഇപ്പോൾ അപ്പിയർ ചെയ്യാൻ പറയുക. കാരണം ഒരു കേരള PSC എക്സാം എഴുതി കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് RRB എക്സാം എഴുതി കിട്ടുക എന്നുള്ളത്. സർക്കാർ സർവീസിലേക്ക്, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, അടിപൊളിയായിട്ട് പഠിച്ചോളൂ. നമുക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അടിപൊളി ഒരു മെൻറ്റർ ഉണ്ടാകും, ക്ലാസ് ടീച്ചറിനെ പോലെ. അവർ നിങ്ങൾക്ക് പലവിധ കാര്യങ്ങൾ പറഞ്ഞു തരും, എങ്ങനെ പഠിക്കണമെന്നും റീസണിങ് ആയാലും അതോടൊപ്പം തന്നെ മാത്സ് ആയാലും ഒക്കെ പറഞ്ഞു തരും. കറണ്ട് അഫയേഴ്സും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളൊരു കോഴ്സ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ RRB എക്സാം എഴുതാവുന്നതാണ്. ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ RRB എക്സാം എഴുതാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, CC ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. വളരെ ചെറിയ റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ ഒരു CBT എക്സാമാണ്. ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നതും CBTയിൽ കൂടെ തന്നെയാണ് എക്സാംസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം വീണ്ടും കാണാം. മറന്നു പോകേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. അടുത്ത ടോപ്പിക്ക് എന്ത് വേണം എന്നുള്ളത് കമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.